ഹലോ ഗായ്സ്, സൈലന്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൽ റൗണ്ട് ഓഫ് 16 മുന്നോടിയായിട്ട് പ്ലേ ഓഫ് നോക്കൗട്ട് മത്സരങ്ങളുടെ ലെഗ് 1 മത്സരങ്ങൾ കഴിഞ്ഞു. അതിലെല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മത്സരമാണ് റയൽ മാഡ്രിഡ് സിറ്റി മത്സരം. സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം തിയാറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സീസണിലും നടക്കുന്നൊരു മത്സരം തന്നെയാണ്. ബട്ട് സ്റ്റിൽ അതിനൊട്ടും ഹൈപ്പ് കുറവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പെപ് ഗാർഡിയോള പറഞ്ഞത് ഇതൊരു ഡെർബി ഫീലിംഗിലേക്ക് പോയി കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ സീസണിലും കളിക്കുന്നതുകൊണ്ടെന്നാണ്. പക്ഷേ കാർലോ ആൻസലോട്ടി പറഞ്ഞത് ഇറ്റ് ഈസ് എ മോഡേൺ ക്ലാസിക് എന്ന് തന്നെയാണ് പറഞ്ഞത്. മത്സരത്തിന് ഒട്ടും ഹൈപ്പിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, റയൽ മാഡ്രിഡ് ഈ ഒരു കോമ്പറ്റീഷനിൽ ലെജൻഡറി വിന്നേഴ്സാണ്. സിറ്റി ആണെങ്കിലും റീസെൻറ്റ് വിന്നേഴ്സാണ്. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ടീമുകളും ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിലേക്ക് ഫേവറേറ്റ്സ് ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ടീമും ഡിഫെൻസീവ്ലി വളരെയധികം പോരായ്മകൾ അനുഭവിക്കുന്ന ഒരു സീസൺ കൂടിയാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു ഹൈപ്പിന് ഇത്തിരി വാല്യൂ കൂട്ടുന്നത് വിനീഷ്യസ് ജൂനിയർ, റോഡ്രി, ബാലൻഡിയോർ ആ ഒരു ട്രയാങ്കുലർ സ്റ്റോറിയാണ്. ആ ഒരു ഇവൻറ്റിന് ആ ഒരു സ്നബിന് ശേഷം വിനീഷ്യസ് ആദ്യമായിട്ട് എറ്റിഹാഡ് സ്റ്റേഡിയത്തിലേക്ക് വരികയാണ്. എറ്റിഹാഡ് ഫാൻസ് എല്ലാം വിനീനെ ചൊറിയും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ എല്ലാവർക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയ്ക്ക് ഏറെക്കുറെ കോട്ടം തെറ്റാതെയുള്ളൊരു സ്വീകരണം തന്നെ വിനീഷ്യസിന് സ്റ്റേഡിയത്തിൽ കിട്ടിയെന്നുള്ളതാണ്. മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് സിറ്റി ഫാൻസ് ഒരു വലിയ ടിഫോ അവിടെ ഉയർത്തി അവിടെ അൺവീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് എഴുതുന്നുണ്ടായിരുന്നു സ്റ്റോപ്പ് ക്രൈങ് യുവർ ഹാർട്ട് ഔട്ട്, നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ നിർത്തി വിനീഷ്യസ് എന്ന് പറഞ്ഞിട്ട് റോഡ്രി ആ ഒരു ബാലൻഡിയോറിനെ കിസ് ചെയ്യുന്ന ഒരു പിക്ചറൊക്കെ ഉള്ള വലിയൊരു ടിഫോ അവിടെ അൺവീൽ ചെയ്തായിരുന്നു. വിനീഷ്യസിൻ്റെ ഒരു റിപ്ലൈ മത്സരത്തിന് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഹൈപ്പൊക്കെ ഏറിയ മത്സരം തന്നെയായിരുന്നു. എനിവേ എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ കരഞ്ഞത് റയലോ വിനീഷ്യസോ ആയിരുന്നില്ല, സിറ്റി തന്നെയായിരുന്നു. 3-2 ഒരു ലേറ്റ് ഗോൾസ്, 2 ലേറ്റ് ഗോൾസിലൂടെ വന്ന 3-2 ഒരു തോൽവിയാണ് റയൽ മാഡ്രിഡിനെതിരെ സിറ്റിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. ശരിക്കും മത്സരത്തിൻ്റെ സ്കോർ ലൈൻ ആ ഒരു ഇതിൽ നിൽക്കേണ്ടതല്ല. ശരിക്കും ഒരാഴ്ച മുമ്പ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണലിനടുത്ത് നേടിയ പോലെ 5-1 തോൽവി പോലെ ഒരു ഹ്യൂമിലിയേറ്റിംഗ് ലോസിലേക്ക് പോകേണ്ടതായിരുന്നു കാര്യങ്ങൾ. കാരണം നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന് 20ഓളം ഷോട്ട് ഉണ്ടായിരുന്നു. എക്സ്പെക്റ്റഡ് ഗോൾസ് 3.4 ആയിരുന്നു റയലിൻ്റെ. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഫോർ ദ സിറ്റി ഫാൻസ് ഈ ഒരു സ്കോർ ലൈനിൽ കാര്യങ്ങൾ ഒതുങ്ങി എന്നുള്ളതാണ്. ഫസ്റ്റ് ലെഗിൽ 1 ഗോളിൻ്റെ ലീഡാണ് റയൽ മാഡ്രിഡിന് കിട്ടിയത്. അടുത്ത മത്സരം ഇനി ഇവർ തമ്മിലുള്ള വരുന്നത് നെക്സ്റ്റ് വീക്ക് സാന്റിയാഗോ ബെർണബിൽ വെച്ചിട്ടാണ്. ഇനി ഈ മത്സരത്തിൽ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പെപ് ഗാർഡിയോള 5 ഡിഫൻഡേഴ്സിനെയാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കിയത്. റൂബൻ ഡയാസ് ആക്കെ അടങ്ങുന്ന സെൻറ്റർ ബാക്ക് പെയറിംഗ് കൂടാതെ അക്കാഞ്ചി റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിൽ ഗാർഡിയോളും ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉപരി ജോൺ സ്റ്റോൺസിനെ മിഡ്ഫീൽഡിലാണ് പ്ലേസ് ചെയ്യുന്നത് വിത്ത് ബെർണാർഡോ സിൽവ ആൻഡ് ഡിബ്രൂയിനെ. ഇനി അതേപോലെ ജാക്ക് ഗ്രീലിഷിന് ലെഫ്റ്റ് വിങ്ങിൽ ഒരു അവസരം കൊടുക്കുന്നുണ്ട് പെപ് ഗാർഡിയോള. റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലൂക്കാസ് വാസ്കസും കൂടി ഇഞ്ചേർഡ് ആയതുകൊണ്ട് റൈറ്റ് ബാക്കിലേക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയായി കാർലോ ആൻസലോട്ടിക്ക്. എന്തായാലും ഫെഡെ വാൽവേർഡെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം തന്നെയായിരുന്നു ഫേവറേറ്റും. ബട്ട് എനിവേ ഈ ഒരു മത്സരത്തേക്ക് വേറെ ഓപ്ഷനും ഉണ്ടായിരുന്നില്ല കാർലോ ആൻസലോട്ടിക്ക് എന്നുള്ളതാണ്. ആൻഡ് മിഡ്ഫീൽഡിൽ കമവിംഗ, സെബയോസ്, ബെല്ലിംഗാം ആൻഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഫ്രണ്ട് 3 എല്ലാവർക്കും അറിയാം റോഡ്രിഗോ, എംബാപ്പെ, വിനീഷ്യസ് തന്നെയായിരുന്നു. ഈ മത്സരം ഉടനീളം നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് ഒരുപാട് നല്ല അവസരം കിട്ടിയിരുന്നു. ഈ 3 ഗോൾ അടിക്കുന്ന അല്ലാണ്ട് ഒരുപാട് അവസരം കിട്ടിയിരുന്നു. എംബാപ്പയ്ക്കാണെങ്കിലും വിനീഷ്യസിനാണെങ്കിലും വാൽവേർഡേക്കാണെങ്കിലും ഇന്ന് ലെഫ്റ്റ് ബാക്കായ മെൻഡിക്ക് അടക്കം നല്ല നല്ല അവസരങ്ങൾ കിട്ടിയതാണ്. പക്ഷേ കാര്യമായിട്ട് മുതലാക്കാൻ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3-2 എന്നുള്ള സ്കോർ ലൈനിലല്ല, കുറച്ചും കൂടി ഹ്യൂമിലിയേറ്റിംഗ് ലോസ് ആയതിനെ സിറ്റിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. ഇനി മത്സരത്തിൻ്റെ തുടക്കത്തെ സമയം നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്കായ അക്കാഞ്ചിയും ലെഫ്റ്റ് ബാക്കായ ഗാർഡിയോളിനെയും സെൻട്രലിലേക്ക് മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിൽ ചെറിയൊരു നമ്പേഴ്സ് ഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഡോമിനേഷൻ കൊണ്ടുവരാനായിട്ടുള്ള പെപ് ഗാർഡിയോളയുടെ ടാക്ടിക്സ് വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിങ്ങും അത്ര വലിയ കാര്യമായിട്ട് വിനീഷ്യസും എംബാപ്പയും അടങ്ങുന്ന ആ ഒരു പെയറിൻ്റെ പ്രസ്സിങ്ങും അത്ര കാര്യമായിട്ട് സിറ്റിയെ വലിയ രീതിയിൽ ബാധിച്ചില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ മത്സരത്തിൽ 19ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ നേടുന്നത് ഹാലൻഡാണ് സിറ്റിക്ക് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഈ മത്സരത്തിൽ 2 വട്ടം ലീഡ് എടുത്തതിന് ശേഷമാണ് സിറ്റി ഈ ഒരു സ്കോർ ലൈനിലേക്ക് വീണു പോകുന്നത്. 19ാമത്തെ മിനിറ്റിൽ സിറ്റി ആ ഗോൾ നേടുന്നതിൽ ഗ്വാർഡിയോളിൻ്റെ ഒരു മൂവ്, ലെഫ്റ്റ് ബാക്കായ ഗ്വാർഡിയോളിൻ്റെ ഒരു മൂവ് എടുത്തു പറയേണ്ടതാണ്. മിഡ്ഫീൽഡിൽ ലെഫ്റ്റിലേക്ക് ഗ്രീലിഷിന് പന്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഗ്യാപ്പിലേക്ക് ഓടിക്കയറുന്നു. അവിടേക്ക് ലോഫ്റ്റഡ് ആയിട്ട് വരുന്ന പന്ത് ഗ്വാർഡിയോള് ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് തൊട്ടടുത്തുണ്ടായിരുന്ന എർലിംഗ് ഹാലൻഡിന് വെച്ച് കൊടുക്കുകയാണ്. എർലിംഗ് ഹാലൻഡ് തകർപ്പൻ ഫിനിഷ് നടത്തുകയാണ്. അവിടെ കോട്ടുവ ബീറ്റൺ ആവുകയാണ്. പക്ഷെ അതിനുശേഷം ഒരു ലെങ്തി ഓഫ് സൈഡ് ചെക്കിലേക്ക് അത് പോയി എന്നുള്ളതാണ്. ഇനി ചെറിയൊരു മൈന്യൂട്ട് വ്യത്യാസത്തിലാണ് ആ ഒരു ഗോൾ അനുവദിക്കപ്പെടുന്നത്. എന്തായാലും ആ ഒരു ഗോളിന് ശേഷം പെപ്പിൻ്റെ പ്ലാൻസ് കുറച്ച് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം 2 ഇഞ്ചുറി സബ്സ്റ്റിറ്റ്യൂഷൻസ് അവിടെ പെപ്പിന് വരുത്തേണ്ടി വന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ. 30ാമത്തെ മിനിറ്റിൽ ജാക്ക് ഗ്രീലിഷ് ഇഞ്ചേർഡായി പോകുന്നു, പകരം ഫിൽ ഫോഡൻ വരുന്നു. അതുപോലെ ഫസ്റ്റ് ഹാഫ് കഴിയാറായപ്പോഴേക്കും അക്കാഞ്ചിക്ക് ചെറിയ ഇഞ്ചുറി കൺസേൺ കാണിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് റിക്കോ ലൂയിസ് ആണ് അക്കാഞ്ചിക്ക് പകരം റൈറ്റ് ബാക്കിൽ കളിച്ചിരുന്നത് എന്നുള്ളതാണ്. ആ 2 ചേഞ്ചസും
അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് അവിടെ പെപ് ഗാർഡിയോളയ്ക്ക് വരുത്തേണ്ടി വരുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തുള്ള അവസരം റയൽ മാഡ്രിഡിന് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അവരുടെ അറ്റാക്കിംഗ് ഫ്രീക്വൻസി വളരെ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. 60ാമത്തെ മിനിറ്റിലാണ് ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തുന്നത്. കിലിയൻ എംബാപ്പയാണ് ആ ഗോൾ കണ്ടെത്തുന്നത്. സോ ഒരു ഫ്രീ കിക്കിന് റീബൗണ്ടായി കിട്ടിയ പന്ത്, വാളിൽ തട്ടി തിരിച്ചു വന്ന പന്ത് സെബയോസ് വെച്ച് കൊടുക്കുന്ന ഒരു ലോഫ്റ്റഡ് ബോളാണ് ആ ഒരു ഡിഫൻസീവ് ലൈനിൻ്റെയും ഗോൾ കീപ്പറിൻ്റെയും ഇടയിലേക്ക്. സോ അവിടേക്ക് ഓഫ് സൈഡ് ട്രാപ്പ് വെട്ടിച്ച് ഓടിക്കറിയ കിലിയൻ എംബാപ്പെ ആ വേൾഡ് കപ്പ് ഫൈനലിലെ ഗോളിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സൈഡ് ചെരിഞ്ഞുള്ളൊരു അടിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എന്ന് പറയാം, കാരണം കറക്റ്റായിട്ടൊരു കോൺടാക്ട് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പന്ത് അതേപോലെ ഉള്ളിൽ കയറണമെന്ന് പറയാൻ പറ്റില്ല. എനിവേ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിരുന്നില്ല. എനിവേ ഗോൾ കീപ്പർ മറ്റൊരു സൈഡിലേക്ക് കമ്മിറ്റ് ആയി. സോ ബോൾ പതുക്കെയാണെങ്കിലും ഹെറിക്കോടെ വലയിലേക്ക് കയറി ഡിഫൻഡേഴ്സിന് ഓടിയെത്താനും കഴിഞ്ഞില്ല. സോ അങ്ങനെ 60ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. സോ അതിനുശേഷം പെപ് ഗാർഡിയോളയുടെ ഭാഗത്തുനിന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടു. അതെനിക്ക് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. എന്തുകൊണ്ട് നേതൻ ആക്കേനെ മാറ്റിയിട്ട് കൊവാച്ചിച്ചിനെ അവിടെ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. സോ അതിനുശേഷം ജോൺ സ്റ്റോൺസിനെ തിരിച്ച് ഡിഫൻസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൊവാച്ചിച്ച്, ഡിബ്രൂവിനെ ആൻഡ് ബെർണാഡോ സിൽവ എന്നുള്ളൊരു ത്രയത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഡിബ്രൂവിനെ ആണെങ്കിൽ 84 മിനിറ്റ് വരെ കളിച്ചു. അവിടെ ഡിബ്രൂവിനെയുടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കുന്നത് ഹി വാസ് നോട്ട് അറ്റ് ഹിസ് ബെസ്റ്റ് കുറച്ച് കാലമായിട്ടും ഈ ഒരു മത്സരത്തിൽ. സോ എനിവേ പിന്നെ മത്സരം കണ്ടിന്യൂ ചെയ്ത് പോകുന്ന റയൽ മാഡ്രിഡ് അവസരങ്ങൾ മുതലാക്കുന്നില്ല. പക്ഷേ 80ാമത്തെ മിനിറ്റ് എത്തിയപ്പോൾ എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ വിന്നിംഗ് ഗോൾ മാൻ സിറ്റി നേടി എന്ന് തോന്നിപ്പിച്ചതാണ്. 80ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോളാണ് വന്നത്. സെബയോസ് ഫിൽ ഫോഡനെ ബോക്സിൻ്റെ നേരിയ എഡ്ജ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എഡ്ജിൽ വെച്ച് ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി സ്പോട്ടിലേക്കാണ് കൈ ചൂണ്ടിയത്. സോ പിന്നീട് VR ചെക്കൊക്കെ നടത്തി ഒരു ഇച്ചിരി ആർഗ്യുമെൻറ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. സോ ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ നമുക്കത് ശരിക്കും ആ ഒരു ബോക്സിന് വെളിയിലായി, ബോക്സിൻ്റെ എഡ്ജിലാന്നൊക്കെ പറയാം. പക്ഷേ ആ ഒരു ഫിൽഫോർഡിൻ്റെ ചെറിയൊരു പ്രസൻസ് ആ ഒരു ബോക്സിലേക്കുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ ഇടയിലാണ് അത് ആ ഒരു ഫൗള് വന്നത് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ ഒരു ആർഗ്യുമെൻറ്റിന് വെക്കാവുന്നൊരു കാര്യം തന്നെയാണ്. എനിവേ VR ചെക്കിന് ശേഷം ആ ഒരു പെനാൽറ്റി കോള് അവിടെ സ്റ്റേ ചെയ്തു. എർലിംഗ് ഹാലൻഡാണ് ആ ഗോൾ എടുക്കാൻ വന്നത്, ഒരു ഷൂട്ട് എടുക്കാൻ വന്നത്. അദ്ദേഹത്തിന് തെറ്റിയില്ല, ഗോൾ കീപ്പറെ വേറൊരു വഴിക്ക് പറഞ്ഞയച്ചുകൊണ്ട് മനോഹരമായിട്ട് എർലിംഗ് ഹാലൻഡ് ആ ഗോൾ നേടി. 50-നടുത്ത് അങ്ങാണ്ട് ചാമ്പ്യൻസ് ലീഗ് ഗോളായി ഇപ്പോൾ ആ ഒരു പ്ലെയറിന് തന്നെ. 49 തോന്നുന്നു. സോ അതിനുശേഷം 81ാമത്തെ മിനിറ്റിന് ശേഷം പിന്നെ 84ാമത്തെ മിനിറ്റിൽ 2 ചേഞ്ചസാണ് അവിടെ വന്നത്. ഒന്ന് പെപ്പിൻ്റെ വക ഡിബ്രൂയിനെ പിൻവലിച്ചു, പകരം മർമോഷിനെ ഇറക്കി. ആ സമയം കാർലോ ആൻസലോട്ടി ചെയ്തത് റോഡ്രിഗോനെ പിൻവലിച്ച് ബ്രഹീം ഡയാസിനെ അവിടേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. 86ാമത്തെ മിനിറ്റിൽ ബ്രഹീം ഡയാസ് ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തി റയലിന് വേണ്ടി. സോ അവിടെ ഇനി പറയാനുള്ള ഈ രണ്ട് ഗോളുകൾ, ഈ രണ്ടാമത്തെ ഗോളും പിന്നെ വിന്നിങ് ഗോളും സിറ്റി വിട്ടുകൊടുക്കുന്ന ഡിഫെൻസീവ് എറേഴ്സിലൂടെ വിട്ടുകൊടുത്താണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഇപ്പോൾ രണ്ടാമത്തെ ഗോൾ വന്നത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പറായ എഡേഴ്സൻ്റെ കിക്ക് ഇത്തിരി സ്ലോപ്പി ആവുന്നു. മിഡ്ഫീൽഡിൽ ബെല്ലിംഗാം പിടിച്ചെടുക്കുന്നു, നേരെ വിനീഷ്യസിന് വെച്ച് കൊടുക്കുന്നു. വിനീഷ്യസിൻ്റെ ഷോട്ട് എഡേഴ്സൻ്റെ മേത്തേക്കാണ് വരുന്നത്. എഡേഴ്സൺ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലിയർ ചെയ്യായിരുന്നു എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. എനിവേ എഡേഴ്സൻ്റെ മേത്ത് തട്ടി, ഏറെക്കുറെ ഷോൾഡറിലേക്ക് തട്ടി തിരിച്ച് റീബൗണ്ടായി ചെല്ലുന്നത് പിറകെ ഓടി വരുന്ന ബ്രഹീം ഡയാസിൻ്റെ കാലുകളിലേക്കായിരുന്നു. ബ്രഹീം ഡയാസ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഷോട്ട് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. സോ അങ്ങനെ 2-2 ലീഡ് അവിടെ കിട്ടി എന്നുള്ളതാണ്. പിന്നീട് 90 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റിൻ്റെ എക്സ്ട്രാ ടൈമാണ് വെച്ചത്. ഞാൻ അത്യാവശ്യം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അത് 3 മിനിറ്റേ ഉള്ളൂ എന്നൊരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുണ്ടായിരുന്നു. എനിവേ 92ാമത്തെ മിനിറ്റിൽ വിന്നിംഗ് ഗോൾ കണ്ടെത്തി. അവിടെയും അഗെയിൻ സിറ്റിയുടെ ഡിഫൻസീവ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കൊവാച്ചിച്ച് റിക്കോ ലൂയിസിന് കൊടുത്തിരുന്നൊരു ബാക്ക് പാസ്സാണ്. അത് ഇച്ചിരി ഷേക്കി പാസ് ആയിരുന്നു. കാരണം അതിൽ നിന്ന് റിക്കോ ലൂയിസിൻ്റെ ഒന്ന് പന്ത് തട്ടിപ്പറിക്കാനായിട്ട് വിനീഷ്യസിന് അവിടെ കഴിഞ്ഞു. വിനീഷ്യസ് പന്തുമായിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഗോൾ കീപ്പറായ എഡേഴ്സൺ കയറി വരുന്നുണ്ട്. എഡേഴ്സിന് മേളിൽ കൂടെ തട്ടിയിടാണ് ചെയ്തത്. പക്ഷെ അത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി ജൂഡ് ബെല്ലിംഗാം അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ജൂഡ് ബെല്ലിംഗാം ഓടി നല്ല കംഫർട്ടബിളായിട്ട് ആളില്ലാത്ത പോസ്റ്റിലേക്ക് തട്ടിയിട്ടു. അങ്ങനെ 3-2 ഒരു വിജയം അവിടെ നേടി. അതിനുശേഷം ജൂഡ് ബെല്ലിംഗാമിൻ്റെ സെലിബ്രേഷൻ എടുത്ത് പറയേണ്ടതാണ്. ഒരു നടത്തമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് എർലിംഗ് ഹാലൻഡിനിട്ട് കൊട്ടിയതാണോ എന്ന് ചെറിയൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിങ് സെലിബ്രേഷനും അദ്ദേഹം അവിടെ സിഗ്നേച്ചർ സെലിബ്രേഷൻ അദ്ദേഹം അവിടെ പുറത്തെടുത്തു എന്നുള്ളതാണ്. എനിവേ റോഡ്രി ഉണ്ടായിരുന്നു മത്സരം കാണാനായിട്ട് സ്റ്റേഡിയത്തിൽ എന്നുള്ളതാണ്. സോ റോഡ്രിയുടെ ആ ഒരു ബാലൻഡിയോർ വിജയം, ആ ഒരു വിനീഷ്യസിനെ ആ ഒരു ചൊറിയാൻ നിന്നിരുന്ന സിറ്റി ഫാൻസിന് വളരെയധികം നിരാശാജനകമായൊരു നൈറ്റ് തന്നെയായിരുന്നു. കാരണം മാൻ ഓഫ് ദി മാച്ച് ആയതും വിനി തന്നെയാണ്. കാരണം ആ 2ാമത്തെ ഗോളിന് വഴിവെച്ചത് വിനിയുടെ ഷോട്ടാണ്. അതേപോലെ 3ാമത്തെ ഗോളിന് അസിസ്റ്റ് വെച്ചത് വിനിയാണ്. സോ വിനിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. സോ എന്താ പറയുക, സിറ്റി ഫാൻസിന് ആകെ നിരാശാജനകമായൊരു ദിവസം തന്നെയായിരുന്നു അത്. 3-2 വിജയമായിട്ടാണ് കാർലോ ആൻസലോട്ടിയും സംഘവും
തല ഉയർത്തി തന്നെ എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സ്പെയിനിലേക്ക് മടങ്ങിപ്പോയി. സോ ഇനി അടുത്ത മത്സരം വരുന്നത് സാന്റിയാഗോ ബെർണബ്യൂവിലേക്കാണ്. ഒരു ഗോളിൻ്റെ ലീഡും വെച്ചിട്ടാണ് റയൽ മാഡ്രിഡ് ആ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ പെപ്പ് ഗാർഡിയോള ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഫുൾ ടൈം ഒന്നും അല്ല, ഇനിയൊരു സാന്റിയാഗോ ബെർണബ്യൂവിൽ ഇനിയും ഒരു മത്സരം കളിക്കാനുണ്ട്, അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതൊക്കെ ഓൾറെഡി വാർണിംഗ് ഷോട്ട്സ് ഒക്കെ തന്നു കഴിഞ്ഞു. സോ ലെറ്റ്സ് സീ. സോ ഇനി ഈ മത്സരത്തിലെ പ്ലെയർ പെർഫോമൻസസ് ഒക്കെ എടുത്ത് പറയേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ റയലിൻ്റെ റൈറ്റ് ബാക്കിൽ ഫെഡെ വാൽവേർഡെയുടെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം ഡിഫെൻസീവിൽ ഒരുപാട് പോരായ്മകൾ ഫേസ് ചെയ്യുന്നൊരു സീസണാണ് റയൽ ഡിഫെൻസിൽ. സോ ആ ഒരു സമയത്ത് റൈറ്റ് ബാക്കിൽ മറ്റുള്ള റൈറ്റ് ബാക്സിനേക്കാൾ ഉപരി നാച്ചുറൽ റൈറ്റ് ബാക്സിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അറ്റാക്കിങ്ങിലും ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തനിക്ക് എന്നുള്ള നല്ലൊരു എക്സാമ്പിൾ തന്നെ ഫെഡെ വാൽവേർഡെ ഈ ഒരു മത്സരത്തിലും കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ആൻഡ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ റോൾ അസെൻഷ്യോൻ്റെ കാര്യം, മാൻ ദാറ്റ് ഗായ് ഹാസ് വാട്ട് ഇറ്റ് ടേക്സ് ടു പ്ലേ ഫോർ റയൽ മാഡ്രിഡ്. ആ ഒരു DNA എന്നൊക്കെ പറയില്ല നമ്മൾ, ഈ പഴയ റാമോസിൻ്റെ ഒക്കെ പറയില്ല, ആ ഒരു DNA എന്ന് പറയില്ല, ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും ആ ഒരു കൺവിക്ഷനും ഒക്കെ ആ ഒരു യങ് പ്ലെയറിൻ്റെ കയ്യിലുണ്ട്. ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് കോമ്പറ്റീറ്റർ ഫോർ ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഈവൻ ദോ ആ ഒരു സീനിയേഴ്സ് അടുത്ത് തന്നെ തിരിച്ചു വന്നാൽ കൂടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഈ ഒരു പ്ലെയർ കൊടുക്കണം. ആ ഒരു പ്ലെയറിനെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്, സ്ട്രോങ്ലി കൺസിഡർ ചെയ്യേണ്ട ഒരു പ്ലെയർ തന്നെയാണ് അസെൻഷ്യോ എന്നുള്ളതാണ്. അതേപോലെ അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ വിനീഷ്യസിൻ്റെ എംബാപ്പേൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെ. വിനീഷ്യസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹി വാസ് നോട്ട് അറ്റ് ഹിസ് ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്നുമല്ല, പക്ഷേ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചുമായി. സോ നമുക്കറിയാം ഓൾറെഡി വിനീഷ്യസ് ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ എന്തായാലും അത്യാവശ്യം അദ്ദേഹമായിരിക്കും മൈക്രോസ്കോപ്പിക് കണ്ണുകളിലൂടെ ആയിരിക്കും എല്ലാവരും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ നോക്കുക. പെർഫോമൻസ് ഡൗൺ ആയാലും റിസൾട്ട് നെഗറ്റീവായി കഴിഞ്ഞാൽ വളരെ രീതിയിൽ ക്രിറ്റിസൈസേഷൻ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലെയറും അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഹി പ്രൊവൈഡഡ് ഇൻ ദ ബിഗ് ഗെയിം എന്നുള്ളതാണ്. സോ വലിയ മത്സരങ്ങളിൽ അദ്ദേഹത്തിനെ നമ്പാൻ പറ്റും എന്നുള്ളൊരു പ്രൊഫൈലിൽ അദ്ദേഹം ഇപ്പോഴും നിൽക്കുകയാണ്. ആൻഡ് ഇനി സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാലൻഡ് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, 2 ഗോൾ നേടി, അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ബാറിൽ തട്ടിപ്പോയിരുന്നു. എനിവേ നല്ലൊരു പെർഫോമൻസ് തന്നെ ഹാലൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പെപ്പ് ഗാർഡിയോളയുടെ കുറച്ച് ഡിസിഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി, ചില പ്ലേയേഴ്സിൽ ഓവറായിട്ട് വിശ്വസിക്കുന്നത്. ഡിബ്രൂയിനയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്, 80 മിനിറ്റ് 84 മിനിറ്റ് ഒക്കെ റയൽ മാഡ്രിഡിനെതിരെ ഇതേപോലെ നോക്കൗട്ട് ഫേസിലെ മത്സരത്തിൽ ഡിബ്രൂയിനെ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വല്ലാതെ ആ ഒരു പ്ലെയറിൽ ഇപ്പോഴും ഓവർ കോൺഫിഡൻസ് പെപ്പ് വെക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ ഡിഫെൻസീവ്ലി നേരത്തെ പറഞ്ഞ പോലെ 2 മിസ്റ്റേക്സ് ആണ് സംഭവിച്ചത് റയലിനെതിരെ സിറ്റിക്ക് അവസാന നിമിഷങ്ങളിൽ. സോ അതൊക്കെ ഇനി സാന്റിയാഗോ ബെർണബ്യൂവിലേക്ക് ചെല്ലുമ്പോൾ മാറ്റം വരുമോ എന്നുള്ളത് കണ്ടറിയാം. പെപ്പ് പറഞ്ഞ പോലെ അവസാനിച്ചിട്ടില്ല, ഇനിയും കൊണ്ട് ഒരു 90 മിനിറ്റ്സ് കളിക്കാനായിട്ട്. സോ അതെന്തായാലും അടുത്ത ആഴ്ച നമുക്ക് നോക്കാം സാന്റിയാഗോ ബെർണബ്യൂവിൽ എന്തായിരിക്കും സിറ്റിയുടെ റെസ്പോൺസ് എന്നുള്ളത്. എനിവേ റയൽ മാഡ്രിഡിന് ഇത് ശരിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം തന്നെയാണ്. ഇപ്പോൾ അത്ലറ്റിക്കോക്കെതിരെ ഈവൻ ദോ ബീയിങ് നോട്ട് ദ ഫേവറേറ്റ്സ് ഒരു 1-1 ഡ്രോ അവിടെ നേടാൻ കഴിഞ്ഞു. അതിനുശേഷം എത്തിഹാഡിലേക്ക് വന്ന് പെപ്പ് ഗാർഡിയോളയുടെ ടീമിനെ 3-2 തകർത്ത് വിട്ടിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മൊമെൻറ്റ്സ് തന്നെയാണ്. ഈവൻ ദോ ലാലിഗയിൽ ഇപ്പോഴും ഫസ്റ്റ് നിൽക്കുന്ന ടീമിൻ്റെ കാര്യമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയുന്നതെന്ന് അറിയാം. ബട്ട് നമുക്കറിയാം റയലിൻ്റെ പെർഫോമൻസ് അത്ര ബെസ്റ്റ് അല്ല ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ. ആൻഡ് സ്റ്റിൽ ഇങ്ങനത്തെ ഒരു മത്സരത്തെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ എനിവേ ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് ലൈക്ക് ചെയ്യാൻ നോക്കുക. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.